എപ്പോഴും നല്ലത് പറയുന്നതാണോ കരുതിയത്? ഇങ്ങനെ പൂട്ടി പോയിപ്പോകും. പൂട്ടി പോകണമെന്നുണ്ടെങ്കിൽ എന്നോ പൂട്ടി പോവാം. മറുപടി കൊടുക്കേണ്ടവർക്ക് നമ്മൾ മറുപടി കൊടുക്കുന്നേ വേണം. അല്ലാത്തവർ ഇങ്ങനെ കിടന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ മാന്തേണ്ടി വരും. ഇല്ലെങ്കിൽ ശരിയാവില്ല. ഹലോ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. ഒരു ഹക്കീം സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ ഐഡിയ ആണ്. ആ ആളെ ഐഡിയ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. അയാൾ പ്രൊഫൈൽ അയാളെ പേരും കാണുന്നുണ്ട്. പക്ഷെ അയാളെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ മെസ്സേജ് പോവുകയെ അതിൽ ഞാൻ മെൻഷൻ എടുത്ത് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അയാൾ എനിക്ക് ആ വീഡിയോക്ക് തന്ന കമൻസ് ഒരു പെണ്ണിനോട് അയാൾ സംസാരിക്കാൻ പറ്റാത്ത ലെവലിൽ അയാൾ ഒരുപാട് ബാഡ് കമൻ്റ് ഇട്ടു. ഞാനത് പോട്ടേന്ന് വെച്ചു. എന്നിട്ട് അയാൾ എൻ്റെ റീൽ എടുത്തിട്ട് അയാളെ പോസ്റ്റിൽ അയാൾ പോസ്റ്റ് ചെയ്തു. വേണ്ടാത്ത ലെവലിൽ അയാളത് ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തു. എന്തിൻ്റെ കാര്യത്തിൽ അയാൾ അങ്ങനെ ചെയ്തെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അയാളെക്കുറിച്ച് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ബാഡ് കമൻറ്റ് വരുമ്പോൾ അതിനനുസരിച്ച് റിയാക്ഷൻ ഞാൻ ചെയ്യാതിരിക്കൂല. അത്രേ പറഞ്ഞുള്ളൂ. അതിന് അയാൾ ഇനി പറയാത്തതില്ല. പോരാത്തതിന് ഞാൻ അയാൾക്ക് IBയിൽ പോയിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. കാരണം നമുക്ക് കമൻസിൽ ലിമിറ്റ് ഉണ്ട് സംസാരിക്കണേന്. IBയിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞതിനുള്ളത് മറുപടി ആയിട്ട് ഞാൻ ഉറപ്പായിട്ടും പബ്ലിക്കിൽ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യുന്നതാണ്. അതിന് അയാൾ ഒരുപാട് മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളെ വൈഫിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കയ്യിലുണ്ട് എന്ന്. അത് പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അയാൾ ഫുള്ള് ഭീഷണിയായി. എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ വെട്ടിക്കൊല്ലും, കഷ്ണാക്കും, പട്ടിക്ക് ഇട്ടുകൊടുക്കും. എന്നിട്ട് ഹസ്ബൻഡിന് മെസ്സേജ് ടാഗ് ചെയ്ത് കണ്ട് ഹസ്ബൻഡിനോട് പറയണേ, നീ പോകുന്നതും വരുന്നതും ഒക്കെ എനിക്കറിയാം, നിന്നെ ഞാൻ കാണിച്ചു തരാം, നിൻ്റെ വൈഫിൻ്റെ ന്യൂ വീഡിയോ പല വീഡിയോസും ഇറങ്ങും, അതൊക്കെ കാണേണ്ടി വരും, ഇരുന്ന് മോങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഒരുപാട് മെസ്സേജ് അയച്ചു. അയാളെ ഞാനിപ്പോൾ ഇട്ട വീഡിയോയിൽ ഞാൻ അയാളെ ഒരു രീതിയിലും ഞാൻ അപമാനിച്ചിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്തിൻ്റെ പുറത്താണ് അയാൾ ഇങ്ങനെ സംസാരിച്ചതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ എനിക്കില്ല. ഞാൻ പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു ലേഡിയാണ്. എന്നോട് പ്രഗ്നൻ്റ് ആയിരിക്കുന്നല്ല, ഒരു ലേഡിനോട് സംസാരിക്കാൻ ഒരാണിനൊരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. അതിനപ്പുറം അത്രയും ബാഡായിട്ട് വൾഗറായിട്ടാണ് അയാൾ എന്നോട് സംസാരിച്ചിട്ടുള്ളത്. ബാക്കി ഞാൻ ഈ വീഡിയോസിൽ വേറൊരു കാര്യം കൂടെ പറയാൻ മറന്നു കേട്ടോ. ഈ പറഞ്ഞ വ്യക്തി എനിക്ക് 2023 മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. രാത്രി ഒരു 11 മണിക്കും പിന്നെ 1 മണി ടൈമിലും ആ മെസ്സേജ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇന്ന വ്യക്തിയാണ് നമ്മളോട് ഇങ്ങനെയൊക്കെ വന്നിട്ട് സംസാരിച്ചത്. ഇനി നിങ്ങളെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യൂട്ടോ.